ഡോക്ടറെ എന്തിനെങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്? ഞാൻ എൻ്റെ കൊച്ചിൻ്റെ പല്ല് കാണിക്കാനല്ലേ വന്നത്, ഇങ്ങനെയൊക്കെയാണ് എന്നോട് സംസാരിക്കുന്നത്. ഈ ഇടയ്ക്ക് എനിക്കൊരു പേഷ്യൻ്റ് വന്നു. ആ പേഷ്യൻറ്റിൻ്റെ അമ്മ പറഞ്ഞത്, ഡോക്ടറെ കുഞ്ഞിന് 5 വയസ്സായതേ ഉള്ളൂ, പക്ഷെ അവൻ്റെ പല്ല് ഒരുപാട് ഇങ്ങനെ മുന്നോട്ട് തള്ളി വരുന്നുണ്ട്, ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാണ് വന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ കുഞ്ഞ് വായിൽ എപ്പോഴും കൈ വെക്കാറുണ്ടോ, അല്ലെങ്കിൽ നാക്ക് വെച്ച് പല്ലിനെ തള്ളുന്നതായിട്ട് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് വാ തുറന്നു വെച്ചാണ് ഉറങ്ങുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചു, ഡോക്ടറെ എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്, എൻ്റെ കൊച്ചിൻ്റെ പല്ല് കാണിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വന്നതെന്ന് ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൊച്ചു പിള്ളേരിൽ പല്ല് മുന്നോട്ട് തള്ളി വരാൻ പലതരത്തിലുള്ള കാരണങ്ങളുണ്ടാവും. ചില സമയത്ത് മേലത്തെ താടിയലിൻ്റെ വളർച്ച ഒരുപാട് കൂടുതലാണെങ്കിൽ ഇതേപോലെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ചില ആൾക്കാർക്ക് താടിയലിൻ്റെ വളർച്ച വളരെ കുറവായിരിക്കും, മേലത്തെ താടിയിലെ വളർച്ചയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് കുറവായിട്ട് തോന്നും. ആ സിറ്റുവേഷനിൽ മേലത്തെ പല്ല് മുന്നോട്ട് തള്ളിയിരിക്കുന്നതായിട്ട് തോന്നും. അപ്പോൾ നമ്മുടെ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹാബിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വായിക്കാത്ത എപ്പോഴും കൈ വെച്ച് ഉറങ്ങുന്ന ശീലം, അല്ലെങ്കിൽ വായിക്കാത്ത എപ്പോഴും കൈ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം, അല്ലെങ്കിൽ നാക്ക് വെച്ച് പല്ലിനെ തള്ളുന്ന സ്വഭാവം, അല്ലെങ്കിൽ വാ തുറന്നു വെച്ച് ഉറങ്ങുന്ന സ്വഭാവം, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് കറക്റ്റായിട്ടുള്ള പ്രോബ്ലം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡോക്ടർമാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടിയെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ.